പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇത് ഹിമാലയത്തിലെ ഒരു മനോഹരമായ ഗ്രാമമാണ് നകുലേശ്വർ ഗ്രാമം. പിത്തോർഗഡ് ജില്ലയിലെ അതിമനോഹരമായ ഒരു ഗ്രാമമാണ്. നല്ല മനുഷ്യരുടെ ഒരു ഗ്രാമം, നല്ല മനുഷ്യർ മാത്രമുള്ള ഒരു ഗ്രാമം. അതോടൊപ്പം മറ്റൊരു പ്രത്യേകതയുള്ളത്, നകുലൻ, പഞ്ചപാണ്ഡവരിലെ നകുലൻ ഈ പ്രദേശത്താണ് ജീവിച്ചിരുന്നതെന്നും ഇവിടെ അദ്ദേഹം പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രമുണ്ടെന്നും ഗ്രാമീണർ പറഞ്ഞത് പ്രകാരമാണ് ഞങ്ങൾ ആ ഗ്രാമത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. ഇവിടെ ഈ കാണുന്നത് മുഴുവൻ കൃഷിയിടങ്ങളാണ്, പലതരത്തിലുള്ള കൃഷിയിടങ്ങൾ. പിത്തോഡ്ഗഡ് ജില്ലയിലെ ഒരു ഗ്രാമം എന്നതിനപ്പുറത്തേക്ക് ഇവിടെ നല്ല നല്ല കൃഷിയിടമാണ്. ഇവിടെ മറ്റൊരു പ്രത്യേകതയുള്ളത്, നാം എല്ലാം പറയുന്ന ബാങ്ക്, കഞ്ചാവിൻ്റെ വലിയ തോട്ടങ്ങൾ. ഞാനതിൻ്റെ ചിത്രങ്ങൾ എടുത്തില്ലെങ്കിലും ഇതിൽ ഞാൻ ചേർക്കുന്നില്ല. കഞ്ചാവിൻ്റെ ഒരുപാട് തോട്ടങ്ങളുള്ള ഒരു സ്ഥലമാണിവിടെ. ഇവിടെ ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോഴാണ് നകുലേശ്വർ എന്ന് പറയുന്ന ക്ഷേത്രം. ഇതാണ് ആ ക്ഷേത്രത്തിലേക്കുള്ള വഴി. അങ്ങ് ദൂരെ നിന്ന് റോട്ടിൽ നിന്നുള്ള വഴിയാണ്. ഇതിപ്പോൾ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ചുറ്റും ഗ്രാമീണരുണ്ട്, അവരുടെ കൃഷിയിടങ്ങളുണ്ട്. ഈ ക്ഷേത്രത്തിനപ്പുറത്തായിട്ട് വലിയൊരു വനമുണ്ട്. ഈ വനത്തിൽ കടുവയും അതുപോലെ തന്നെ കരടിയും മാനുകളും മറ്റ് മൃഗങ്ങളും എല്ലാമുള്ള ഒരു പ്രദേശമാണ്. ഒരു ഗ്രാമം, ക്ഷേത്രം കഴിഞ്ഞാൽ കൃഷിയിടം, അങ്ങനെയൊക്കെ കിടക്കുന്ന, അങ്ങനെ ചുറ്റുമണഞ്ഞ് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഹിമാലയത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ ഈ സംഘം, യാത്രാ സംഘം, നമ്മൾ ആദികൈലാസ യാത്രയ്ക്ക് പുറപ്പെട്ട ആളുകളാണ്. അപ്പോൾ യാദൃച്ഛികമായി ഭഗവാൻ പരമശിവനെ, സ്വയംഭൂവായ പരമശിവനെ ആരാധിച്ചിരുന്ന നകുലൻ ആരാധിച്ചിരുന്ന ഒരു ക്ഷേത്രം, അതിൻ്റെ ചരിത്രവും മറ്റുമൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇവിടെ മറ്റൊരു പ്രത്യേകതയുള്ളതെന്ന് പറയുന്നത്, ഇത് ഈ കാടിനോട് ചേർന്നാണ്. മുകളിൽ മുഴുവനും കൃഷിയിടങ്ങളാണ്, അതിനപ്പുറത്ത് ഗ്രാമമാണ്. ഇങ്ങനെ ഒരു പ്രത്യേകതയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ അവിടെ ഒരു വെള്ളച്ചാട്ടം കാണാം. ഇത് കണ്ടോ, ഇത് ജലം വരുന്നത്, അത് എവിടെ നിന്നാണെന്ന് പോലും കാണാൻ കഴിയാതെ ഒരു ചെറിയൊരു ജലധാര ഇതിങ്ങനെ മുഴുവൻ സമയം വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കുടിക്കാൻ നല്ല ശുദ്ധമായ വെള്ളം, പ്രകൃതിയുടെ വെള്ളം, വളരെ നല്ല ഒരു 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 ജലധാരയാണ് അവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ജലധാരയും ഇതോടൊപ്പം തന്നെ ഉണ്ട്. ഇതിനപ്പുറത്ത് കാണുന്നത് വനമാണ്, വലിയ വനമാണ്. അതിൽ നമ്മൾ അവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇവിടെ ഉണ്ടായിരുന്നൊരു സഹോദരൻ നമ്മളോട് പറഞ്ഞു. ഇത് അതിനപ്പുറത്തുള്ള മറ്റൊരു ജലധാരയാണ്. ഇതും നമുക്ക് വെള്ളം എന്ന് പറയുന്നത് നല്ല തണുത്തുറഞ്ഞ ജലമാണ്. ഈ ഇതിൽ മുകളിലൊന്നും ഒരു അരുവിയോ ഒന്നുമില്ല, താഴെ മാത്രം ഈ ജലം വന്ന് ചേരുന്ന സ്ഥലത്തുകൂടി ഒരു അരുവി ഒഴുകിപ്പോകുന്നുണ്ട്. ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള കവാടം. ഇതിപ്പോൾ സർക്കാർ തലത്തിൽ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ക്ഷേത്രം എപ്പോഴും തുറന്നു കിടക്കും. നകുലൻ പൂജിച്ചിരുന്ന ശിവലിംഗമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഈ ക്ഷേത്രം വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. ഇപ്പോൾ ചില പുതുക്കിപ്പണികളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ളതിനപ്പുറത്തേക്ക് ഇത് ഇവിടെ കൊണ്ടുവരാനായിട്ട് നമ്മളെ ഒരു സുഹൃത്ത് വളരെ നിർബന്ധിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത്. വല്ലാത്തൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. ഇവിടെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് വരുന്നത്. ഓം നമഃ ശിവായ.